നമ്മൾ പലരുടെയും ഉയർച്ച താഴ്ചകൾ കണ്ടിട്ടുണ്ട്. അധികാരത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് നിലം പൊത്തിയ ഭരണാധികാരികളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതൊക്കെ ചരിത്രമാണ്. എന്നാൽ വർത്തമാനകാലത്ത് നാം കണ്ട വൻ വീഴ്ച, അതും ഒരൊറ്റ വർഷത്തിനുള്ളിൽ 2024 ഡിസംബർ 4 CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും കണ്ണിലെ കരടായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത ദിനം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയേക്കാൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും എതിരാളികളെ വല്ലാതെ ഭയപ്പെടുത്തിയതാണ്. ആ ജയം അയാളെ പ്രതിപക്ഷ നിരയിലെ ഫയർ ബ്രാൻഡാക്കി, താരപരിവേഷമുള്ള നേതാവാക്കി. സ്വാഭാവികമായും അസൂയാവഹമായ നേട്ടങ്ങളിൽ രാഹുൽ അഭിരമിച്ചിരിക്കാം. എന്നാൽ അധികാരത്തിൻ്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചതോടെ ഉണ്ടായ വൻ വീഴ്ച. MLA ആയി കൃത്യം 1 വർഷം പൂർത്തിയായ മറ്റൊരു ഡിസംബർ 4 കോടതിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും തിരിച്ചടി. സ്ത്രീപീഡന കേസിൽ കോടതിയും പാർട്ടിയും തള്ളിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി കീഴടങ്ങുമോ, അതോ നിയമത്തെ വെല്ലുവിളിച്ച് അയാൾ ഒളിച്ചു കളി തുടരുമോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കുടുംബ പ്രശ്നം പറയാൻ എത്തിയത് മുതലുള്ള സൗഹൃദം, പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലുമൊത്ത് നല്ല ഭാവി ജീവിതം സ്വപ്നം കണ്ട യുവതി. അതോടെ വിവാഹ വാഗ്ദാനം നൽകിയും ലൈംഗിക ചൂഷണവും ഭീഷണിപ്പെടുത്തി നഗ്നദൃശ്യം പകർത്തലും, ഒടുവിൽ നിർബന്ധിച്ച് ഗർഭചിത്രം. പ്രോസിക്യൂഷന്റെ ഈ വാദങ്ങൾ അംഗീകരിച്ചാണ് രാഹുലിനെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി കണ്ടെത്തിയത്. ഗുരുതരമായ കുറ്റകൃത്യം നടന്നുവെന്ന പോലീസ് റിപ്പോർട്ടും പ്രതിക്ക് തിരിച്ചടിയായി. അടച്ചിട്ട കോടതി മുറിയിൽ മണിക്കൂറുകൾ നീണ്ട വാദത്തിന് ശേഷം രാഷ്ട്രീയ കേരളം കാത്തിരുന്ന നിർണായക വിധി. കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ രാഹുലിന് ഒളിച്ചുകളി തുടരാനാകുമോ? പ്രോസിക്യൂഷൻ ഹാജരാക്കിയ പുതിയ തെളിവുകൾ കൂടി പരിശോധിച്ച ശേഷമാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി S. നസീറ വിധി പ്രഖ്യാപിച്ചത്. രാഹുൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ കോടതി അറസ്റ്റ് തടയണമെന്ന ഹർജിയും കോടതി തള്ളി. വിധിക്ക് എതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിക്കും. രാഹുലിനെതിരെ പുതുതായി രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിന്റെ FIR-ഉം പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. രാഹുൽ സ്ഥിരമായി ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്ന ആളാണെന്നും ജാമ്യം നൽകുന്നത് കേസിന്റെ തുടർ നടപടികളെ ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഉഭയ സമ്മതപ്രകാരമായിരുന്നു ശാരീരിക ബന്ധം എന്ന രാഹുലിന്റെ വാദം ഗണ്ണിക്കാനാണ് വിവാഹ വാഗ്ദാനം നൽകി 23-കാരിയെ പീഡിപ്പിച്ചുവെന്ന കേസിലെ FIR കൂടി പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. പരാതിക്കാരിയായ യുവതിയുടെ വീട്ടിലെത്തി രാഹുൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം രണ്ടാമത്തെ കേസും കെട്ടിച്ചമച്ചതാണെന്ന് പ്രതിഭാഗം കോടതിയിൽ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം ആരോ മെയിലിൽ അയച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ തട്ടിക്കൂട്ടിയതാണ് പുതിയ കേസെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ജാമ്യം കോടതി നിഷേധിച്ചതോടെയാണ് രാഹുലിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വിവരം ഞാൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇടുക്കിയിലായതുകൊണ്ട്, കട്ടപ്പനയായതുകൊണ്ട് ഇവിടെ മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ നേരിട്ട് അറിയിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. AICCയുടെ അനുമതിയോടുകൂടി. നേരത്തെ അതിന് അനുമതി തേടിയിരുന്നു, അനുമതി ലഭിച്ചു. അനുമതിയോടുകൂടി ഇപ്പോൾ പുറത്താക്കി. അനുമതി ലഭിക്കാനുണ്ടായ കാലതാമസമാണോ നടപടിക്രമങ്ങളുടേതായ കാലതാമസം? അതേസമയം വൈകിട്ടോടെ രാഹുൽ കോടതിയിൽ ഹാജരാകുമെന്നും പിടിയിലായെന്നും അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. ഇതോടെ കാസർകോട് ഹൊസ്ദുർഗ് കോടതി പരിസരത്ത് വൻതോതിൽ പോലീസിനെ വിന്യസിക്കുകയും ചെയ്തു. രാത്രി 8-ഓടെ പോലീസിൽ ഒരു വിഭാഗത്തെ പിൻവലിച്ചു. രാഹുൽ കസ്റ്റഡിയിലില്ലെന്നും കോടതിയിൽ ഹാജരാവാൻ സാധ്യതയുണ്ടെന്നും വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസിനെ വിന്യസിച്ചതെന്നുമാണ് ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളോട് പറഞ്ഞത്. രാഹുൽ കർണാടകയിലെ സുള്ളിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് നേരത്തെയുള്ള വിവരം. ഇതിന് പിന്നാലെയാണ് ഹൊസ്ദുർഗ് കോടതിയിലെത്തുമെന്ന സൂചന ലഭിച്ചത്. കർണാടകയിലെ പുത്തൂരിൽ നിന്ന് രാഹുൽ പിടിയിലായെന്നും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട്. കോടതി പരിസരത്ത് പോലീസിനെ വിന്യസിച്ചതോടെ DYFI BJP പ്രവർത്തകരും സ്ഥലത്തെത്തിയിരുന്നു. പൊതിച്ചോറുമായാണ് DYFI-ക്കാർ എത്തിയത്. ആശുപത്രികളിൽ DYFI പൊതിച്ചോറ് വിതരണം ചെയ്യുന്നതിനെ രാഹുൽ അധിക്ഷേപിച്ചെന്നാരോപിച്ചായിരുന്നു ഇത്. ന്യൂസ് 18 കാസർകോട്, തിരുവനന്തപുരം. ലൈംഗികാരോപണങ്ങളും കേസും ഉണ്ടായപ്പോൾ ആദ്യം പ്രതിരോധിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നീട് എവിടെയായിരിക്കും പിഴച്ചത്? കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ പാലക്കാട് വീണ്ടും സജീവമായത് എതിരാളികളെ മാത്രമല്ല
സ്വന്തം പാർട്ടിയിലെ നേതാക്കളെ പോലും പ്രകോപിപ്പിച്ചതാണ്. സ്വന്തം മണ്ഡലത്തിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും സമൂഹ മാധ്യമങ്ങളിലും കിട്ടിയ സ്വീകാര്യത അയാളുടെ തിരിച്ചുവരവെന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. പക്ഷേ പൊതുരംഗത്ത് സജീവമായ രാഹുൽ മാധ്യമങ്ങളെയും എതിരാളികളെയും പ്രകോപിപ്പിച്ചു. ഒടുവിൽ പെൺകുട്ടി നേരിട്ട് പരാതി നൽകിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യചിഹ്നമാകുന്നു. ബംഗളൂരുവിൽ താമസിക്കുന്ന യുവതിയുടെ പരാതിയിലും പോലീസ് കേസെടുത്തതോടെ അയാൾക്ക് കുരുക്ക് മുറുകിയിരിക്കുകയാണ്. ആരെയും അതിശയിപ്പിക്കുന്ന വേഗത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയ വളർച്ച. എതിരാളികളെ വ്യക്തിപരമായി ലക്ഷ്യമിട്ടുള്ള ആക്രമണവും പ്രതികരണങ്ങളും ഒട്ടേറെ ശത്രുക്കളെ സമ്പാദിച്ചു. ആരും വിമർശിക്കാൻ ഭയക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ പരാമർശങ്ങളിൽ സിപിഎമ്മിന്റെ കണ്ണിലെ കരടായി. അങ്ങനെയാണ് വീണ് കിട്ടിയ അവസരം സർക്കാരും സിപിഎമ്മും രാഹുലിനെതിരെ ആയുധമാക്കിയത്. ലൈംഗികാരോപണം ഉയർന്നപ്പോൾ തന്നെ പോലീസ് കേസെടുത്തു. എന്നാൽ ഇരകൾ ആരും പരാതിയുമായി എത്താത്തത് രാഹുലിന് പിടിവള്ളിയായി. പിന്നാലെ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടും പാലക്കാട് മണ്ഡലത്തിൽ സജീവമായി പ്രചാരണത്തിന് രംഗത്തിറങ്ങി. അതോടെയാണ് യുവതി പോലീസിൽ പരാതി നൽകിയത്. പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ രാഹുലിന്റെ പ്രതീക്ഷ കോടതിയായിരുന്നു. പക്ഷേ ബംഗളൂരുവിൽ താമസിക്കുന്ന 23-കാരി കൂടി പരാതിയുമായി പാർട്ടിയെ സമീപിച്ചതോടെ കാര്യങ്ങൾ ഒന്നൊന്നായി കൈവിട്ടു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ കേസിലെ യുവതിയെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചു. കർണാടകയിലുള്ള യുവതിയുടെ മൊഴി ഉടൻ എടുക്കാനുള്ള തീരുമാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. മൊഴിയെടുക്കാൻ യുവതി കൂടി അനുകൂല തീരുമാനം അറിയിച്ചതോടെ അന്വേഷണ സംഘം നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് യുവതി വ്യക്തമാക്കി. എത്ര കള്ളപ്രചാരണങ്ങൾ കൊണ്ട് മൂടിവെക്കാൻ ശ്രമിച്ചാലും സത്യം പുറത്തുവരുമെന്നതിന്റെ ചെറിയ തുടക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ പുതിയ സംഭവവികാസങ്ങളെന്ന് നടിയും മാധ്യമപ്രവർത്തകയുമായ റിനി ആൻഡ് ജോർജ് പ്രതികരിച്ചു. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യത്തിന്റെ വിജയം എന്ന് പറയും. അതായത് സത്യം എത്ര കള്ളപ്രചരണങ്ങൾ കൊണ്ട് മൂടിവെക്കാൻ ശ്രമിച്ചാലും സത്യം പുറത്തു വരും എന്നുള്ളതിന്റെ ഒരു ചെറിയ തുടക്കമാണ് ഇത് സ്ത്രീകളുടെ വിജയത്തിന്റെ ഒരു തുടക്കം എന്ന് തന്നെ പറയാം. അതിജീവിതകൾ നേരിട്ടിട്ടുള്ള ക്രൂരപീഡനത്തിന് അവർക്ക് കിട്ടുന്ന ഒരു നീതിയുടെ തുടക്കം മാത്രമാണ് ഇത്. അവർക്ക് അവരുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നുണ്ട്. അപ്പോൾ ഇനിയും അതിജീവിതകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരും ഇതിന്റെ ഭാഗമാകണം, നിങ്ങളുടെ നീതി കണ്ടെത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി പരസ്യ പ്രതികരണം നടത്തിയത് റിനിയാണ്. ഇതിനു പിന്നാലെ മറ്റു യുവതികളും മാങ്കൂട്ടത്തിനെതിരെ രംഗത്തെത്തുകയായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം, കൊച്ചി. രാഷ്ട്രീയ നേതാക്കളെ പോലെ പൊതുസമൂഹത്തിലും ഏറെ സ്വീകാര്യതയുള്ളവരാണ് ആത്മീയാചാര്യന്മാർ. നമ്മളിൽ പലരും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരാശ്വാസത്തിനും സഹായത്തിനുമായി സമീപിക്കുന്നവർ. എന്നാൽ ഇങ്ങനെയുള്ള ആളുകളും ചിലപ്പോൾ വേട്ടക്കാരൻ്റെ വേഷത്തിലെത്താം. മലപ്പുറം പെരിന്തൽമണ്ണയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് ആത്മീയ ചികിത്സകനാണ്. മണ്ണാർക്കാട് പള്ളിക്കുന്ന് സ്വദേശി മുഹമ്മദ് റഫീഖ് നിരവധി തവണ ആൺകുട്ടിയെ ചൂഷണം ചെയ്തെന്നാണ് പരാതി. കേസിൽ പ്രതി റഫീഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിലുള്ള ക്ലിനിക്കിലാണ് ഇയാൾ ചികിത്സ നടത്തിയിരുന്നത്. പെരിന്തൽമണ്ണയിൽ ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് ചികിത്സ നടത്താൻ എത്തുന്നത്. 2024 ഒക്ടോബറിൽ ഉമ്മയുടെ ഉമ്മയാണ് ആദ്യമായി കുട്ടിയെ പെരിന്തൽമണ്ണയിൽ ചികിത്സയ്ക്ക് കൊണ്ടുവന്നത്. തുടർ ചികിത്സയ്ക്ക് കഴിഞ്ഞ മാർച്ചിലെത്തിയപ്പോഴാണ് ആദ്യം ലൈംഗികാതിക്രമം നേരിടുന്നത്. പ്രതി ചികിത്സ നടത്തുന്ന കെട്ടിടത്തിന്റെ 1ാം നിലയിലെ മുറിയിൽ നിന്നും കുട്ടിയെ 2ാം നിലയിലെ അടച്ചിട്ട മുറിയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചതായാണ് പരാതി. തുടർന്ന് 5 തവണ പ്രതിയിൽ നിന്നും കുട്ടിക്ക് ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നു. ഇക്കാര്യം സ്കൂളിലെ സുഹൃത്തിനോട് കുട്ടി പറഞ്ഞു. തുടർന്ന് സുഹൃത്താണ് സ്കൂളിലെ കൗൺസിലർക്ക് വിവരം കൈമാറിയത്. പാലക്കാട് ചൈൽഡ് ലൈനിൽ നിന്ന് വിവരം അറിയിച്ചതനുസരിച്ചാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. അബ്ദുൾ റഫീഖിനെ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി.
ന്യൂസ് 18 മലപ്പുറം. ഞരമ്പ് രോഗികളായ മനുഷ്യർ എത്ര കിട്ടിയാലും പാഠം പഠിക്കില്ല. കേസും ജയിലും മാനഹാനിയൊന്നും അവർക്ക് പുത്തരിയല്ല. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കഴിഞ്ഞ ദിവസം KSRTC ബസ്സിനുള്ളിൽ നഗ്നതാ പ്രദർശനം നടത്തിയ യുവാവിൻ്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയിരുന്നെങ്കിലും അയാളെക്കുറിച്ച് സൂചനയൊന്നും ലഭിച്ചില്ല. അതിനിടെ വഴുതക്കാട് വെച്ച് സമാനമായ കുറ്റം ഇയാൾ ആവർത്തിച്ചതായി പരാതി വന്നതോടെ പ്രതിക്ക് കുരുക്ക് വീണു. കേസിൽ പന്നിയോട് സ്വദേശി സാജനാണ് പിടിയിലായത്. ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയാണ് പ്രതിയെന്ന് പോലീസ് പറയുന്നു. രണ്ടു ദിവസം മുമ്പ് ബസ്സിനുള്ളിൽ ഒരാൾ നഗ്നതാ പ്രദർശനം നടത്തുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇതിനു പിന്നാലെ സംഭവവുമായി ബന്ധപ്പെട്ട് യുവതി കാട്ടാക്കട പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയായിരുന്നു. ഒഴിഞ്ഞുകിടക്കുന്ന ബസ്സുകൾ കേന്ദ്രീകരിച്ചും വിവിധ സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും പോലീസ് സംഘം പ്രതിയെ തെരഞ്ഞു. ഇതിനിടെ വഴുതക്കാട് വെച്ച് സമാനമായ കുറ്റം ഇയാൾ ആവർത്തിച്ചതായും ഒരു സ്ത്രീ ബസ്സിനുള്ളിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയതായും പോലീസിന് വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി കല്ലാമം പന്നിയോട് സാബു ഭവനിൽ സാജനെ വീട്ടിൽ നിന്നും പിടികൂടിയത്. കാട്ടാക്കട CI രാജേഷ്, SI കിരൺ ശശിധരൻ, പ്രൊബേഷൻ SI ലിജോ ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടിച്ചത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കേരളത്തിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒട്ടേറെ ഇതര സംസ്ഥാനക്കാർ താമസിക്കുന്നുണ്ട്. അങ്ങനെ അപരിചിതരായ ആളുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും. ക്രിമിനൽ സ്വഭാവമുള്ളവരും ലൈംഗിക വൈകൃതമുള്ളവരും ഏത് സമയവും അക്രമാസക്തരാകാം. കൊല്ലം കൊട്ടിയത്ത് സ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ നഗ്നതാ പ്രദർശനം കാട്ടിയത് ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. പെൺകുട്ടി സ്കൂൾ വിട്ട് വരുന്ന വഴിയായിരുന്നു അതിക്രമം. കേസിൽ രാജസ്ഥാൻ സ്വദേശിയെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം കരമനയിൽ വാടകയ്ക്ക് താമസിക്കുന്ന നേമാറാം കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇലക്ട്രിക് പ്ലംബിംഗ് ഉപകരണങ്ങൾ വിൽക്കുന്ന സെയിൽസ് റെപ്രസെന്റേറ്റീവായാണ് ജോലി ചെയ്തിരുന്നത്. കഴിഞ്ഞ 27-ന് മൈലക്കാട്ട് സ്കൂൾ ബസ്സിൽ വന്നിറങ്ങിയ കുട്ടിക്ക് നേരെയാണ് ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തിയത്. തുടർന്ന് കുട്ടിയെ കയറിപ്പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പേടിച്ച കുട്ടി വീട്ടിലെത്തി രക്ഷിതാക്കളെ വിവരം അറിയിച്ചതിനെ തുടർന്ന് കൊട്ടിയം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പ്രതി രാജസ്ഥാൻ സ്വദേശിയാണ്. പ്രതി ഇതുവരെ ഇവിടെ ഈ ഇലക്ട്രിക് കടകളിൽ കളക്ഷൻ ഏജൻ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ പ്രതിക്ക് ഇങ്ങനൊരു മോഡസ് ഉള്ളതാണ്. ഈ AXIN പോലത്തുള്ള മോഡസ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്രതി ഇന്നലെ അതുപോലെ കളക്ഷന് വേണ്ടി വന്ന സമയത്തായിരുന്നു പ്രശ്നം. രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്ന് കേസെടുത്ത പോലീസ് 5 ദിവസങ്ങളിലായി CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടർന്നിരുന്നു. നേമാറാം എത്തിച്ചേരാൻ സാധ്യതയുള്ള കടകൾ പരിശോധിക്കുന്നതിനിടെയാണ് കണ്ണനല്ലൂരിലെ ഒരു ഇലക്ട്രിക് ഷോപ്പിൽ ഇയാൾ എത്തിയതെന്ന് വിവരം ലഭിച്ചത്. ഉടൻ ഇവിടെ എത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു. കൊട്ടിയം SHO പ്രദീപിന്റെ നിർദ്ദേശപ്രകാരം SI നിതിൻ നളൻ, വിഷ്ണു, അരുൺകുമാർ, CPOമാരായ ശംഭു, ഷമീർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതി സമാന സ്വഭാവമുള്ള കേസുകളിൽ മുമ്പും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര.
നാടും നഗരവും പൊതുയിടങ്ങളുമൊക്കെ CCTV നിരീക്ഷണത്തിലുള്ള കാലം. ഇങ്ങനെയുള്ള നാട്ടിൽ എവിടെയാണ് ഒരു സ്വകാര്യതയുള്ളത്? പ്രത്യേകിച്ച് കമിതാക്കളുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ പൊതുസ്ഥലത്തും തിയേറ്ററിലുമൊക്കെ ഇരുന്ന് പ്രണയിക്കുമ്പോഴും സല്ലപിക്കുമ്പോഴും സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായേക്കാം. തിരുവനന്തപുരത്ത് തിയേറ്ററിൽ സിനിമ കാണാനെത്തിയ കമിതാക്കളുടെ ചില സ്വകാര്യ ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റുകളിൽ വന്നത് അതീവ ഗൗരവമുള്ള വിഷയമാണ്. തിരുവനന്തപുരത്തെ കൈരളി, നിള, ശ്രീ തിയേറ്ററുകളിലെ CCTV ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. സംഭവത്തിൽ സൈബർ സെൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പോൺ സൈറ്റുകൾ, ടെലഗ്രാം, എക്സ് അക്കൗണ്ടുകളിലാണ് അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത്. ക്ലൗഡിൽ നിന്നും CCTVയുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഹാക്ക് ചെയ്താണ് ദൃശ്യങ്ങൾ ദുരുപയോഗം ചെയ്തിരിക്കുന്നതെന്നാണ് നിഗമനം. വിഷയം പോലീസ് സൈബർ ഓപ്പറേഷൻ വിഭാഗം അന്വേഷിക്കും. സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം തുടങ്ങിയതായി KSFDCയും അറിയിച്ചു. തിയേറ്ററിൽ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചിരിക്കുന്ന സിനിമാസ്വാദകരുടെ ദൃശ്യങ്ങളാണ് അശ്ലീല വെബ്സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ടത്. ആളൊഴിഞ്ഞ തിയേറ്ററിൽ യുവതി യുവാക്കൾ അടുത്തിഴപഴകുന്ന ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. പെയ്ഡ് സൈറ്റുകളിലാണ് ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. 2023 മുതലുള്ള CCTV ദൃശ്യങ്ങളാണ് ഇത്തരത്തിൽ ചോർന്നിട്ടുള്ളത്. പ്രചരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ തിയേറ്ററിന്റെ പേരും സ്ക്രീൻ നമ്പറും തീയതിയും സമയവുമെല്ലാം വ്യക്തമായി കാണുന്നുണ്ട്. വിവിധ ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴിയാണ് പണം വാങ്ങി ഇത്തരം ദൃശ്യങ്ങൾ വിൽക്കുന്നത്. സംഭവത്തിൽ സാങ്കേതിക വിദഗ്ധരെ ഉപയോഗിച്ചുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ. അത്യാഹിത വിഭാഗത്തിന് മുന്നിലും OP കൗണ്ടറിലുമാണ് ഗുണ്ടാ സംഘം തമ്മിലടിക്കുകയും കൊലവിളി മുഴക്കുകയും ചെയ്തത്. ഇതോടെ അരമണിക്കൂറോളം ആശുപത്രി പരിസരം സംഘർഷ ഭൂമിയായി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കേസിൽ 8 പേരെ കാസർഗോഡ് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായവരെല്ലാം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ് ചെമ്മനാട്, കീഴൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ ഏറ്റുമുട്ടിയത്. കീഴൂരിലുണ്ടായ സംഘർഷത്തിൽ പരുക്കേറ്റാണ് ഇരു സംഘങ്ങളും ആശുപത്രിയിലെത്തിയത്. ആദ്യം അത്യാഹിത വിഭാഗത്തിന് മുന്നിലും പിന്നീട് OP കൗണ്ടറിലും സംഘം തമ്മിലടിച്ചു. ഇരു സംഘങ്ങളും പരസ്പരം ഭീഷണി മുഴക്കി. ഇതോടെ അരമണിക്കൂർ അത്യാഹിത വിഭാഗവും OPയും തടസ്സപ്പെട്ടു. സംഘർഷത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവത്തിൽ ഡ്യൂട്ടി ഡോക്ടറുടെ പരാതിയിൽ 8 പേർക്കെതിരെ ടൗൺ പോലീസ് കേസെടുത്തു. ചെമ്മനാട് എന്ന് പറഞ്ഞ 2 സ്ഥലത്തുള്ള ടീമുകൾ നേരത്തെയുള്ള പ്രശ്നങ്ങൾ അവർ ഈ കോമ്പൗണ്ടിൽ വെച്ചൊരു അടി നടന്നു. അതിനുശേഷം അവിടുന്ന് അടി കൂടിയിട്ട് അവർ നേരെ OP കൗണ്ടറിൽ കയറി. അവിടുന്ന് അടി നടന്നു. അവിടുത്തെ അടിച്ചപ്പോൾ നമ്മൾ അവിടെ സൗണ്ട് കേട്ട് ഇവിടുന്ന് സെക്യൂരിറ്റിയും സ്റ്റാഫെല്ലാം ഓടിപ്പോയത്. അവിടെ ചെന്നപ്പോഴത്തെ അവിടെ നല്ല അടി നടക്കുക. എന്നിട്ട് അവിടുന്ന് ഉണ്ടും തെള്ളും ഒക്കെ ആയിട്ട് ഈ നമ്മുടെ ഡോറെല്ലാം പൊളിഞ്ഞിട്ട് ചില്ലിൻ്റെ അതിങ്ങനെ മുകളിലെല്ലാം പൊട്ടിയിട്ടതായി. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞ് ഇവിടുന്ന് നടക്കും പറ്റുമല്ലോ നിങ്ങൾ പുറത്ത് കിടക്കുക എല്ലാവരും പുറത്താക്കിയപ്പോൾ സെക്യൂരിറ്റിക്ക് അടി കിട്ടി. അയാൾക്ക് കണ്ണിനും കൈക്കൊക്കെ നല്ല ഇതുണ്ട്. അയാളിന്ന് ലീവാണ്. ശ്രീധരൻ എന്നാണ് അയാളുടെ പേര്. പിന്നെ അങ്ങനെ ഓടി അവസാനം കാഷ്വാലിറ്റിയിൽ വന്നു. ഇവിടുന്ന് ഭയങ്കര ബഹളം 2 ടീമുകളും. അങ്ങനെ സെയിം പാർട്ടി വന്നു. അതിലും ഒതുങ്ങിയില്ല. പിന്നെ വേറെയും ടീമുകളൊക്കെ വന്നതിന് ശേഷമാണ് അവർ. മാങ്ങാട് ബാര സ്വദേശി PT ഷബീർ അലി, കൊമ്പനടുക്കം സ്വദേശികളായ ജഗദീഷ് കുമാർ, CK അജേഷ്, കീഴൂർ സ്വദേശി അഹമ്മദ് ഷാനവാസ്, കടപ്പുറം സ്വദേശി അബ്ദുൾ ഷഫീർ, മുഹമ്മദ് അഫ്നാൻ, സയ്യിദ് അഫ്രീദ്, DM കുഞ്ഞഹമ്മദ് എന്നിവർക്കെതിരെയാണ് കേസ്. അതേസമയം ബുധനാഴ്ച രാത്രി കീഴൂരിലുണ്ടായ സംഘർഷത്തിൽ 14 പേർക്കെതിരെ മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആരാലും വേണ്ട.
ന്യൂസ് 18 കാസർഗോഡ്. ആലപ്പുഴ മാരാരിക്കുളത്തെ ഒരു റിസോർട്ടിലേക്കൊന്ന് പോകാം. അവിടെ കുറച്ച് ദിവസങ്ങളായി 3 ചെറുപ്പക്കാർ മുറിയെടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥനും ബിടെക് ബിരുദധാരിയും സുഹൃത്തും അവിടെ എത്തിയത് ലഹരിയുമായാണ്. വെറും ലഹരിയല്ല, കൊക്കൈനും LSD സ്റ്റാമ്പുകളും ലഹരി ഗുളികകളും. പോലീസ് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് വൻ മയക്കുമരുന്ന് സംഘം പിടിയിലായത്. അമ്പലപ്പുഴ താലൂക്ക് റവന്യൂ റിക്കവറി ഓഫീസർ സജേഷ്, ബിടെക് ബിരുദധാരി അമൽ, സുഹൃത്ത് എബ്രഹാം മാത്യു എന്നിവരെയാണ് മാരാരിക്കുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊച്ചിയിലെ മയക്കുമരുന്ന് ലോബിയുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നാണ് സൂചന. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ഡാൻസ് സംഘവും മണഞ്ചേരി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കൊക്കൈൻ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത്. അമ്പലപ്പുഴ താലൂക്ക് റവന്യൂ റിക്കവറി ഓഫീസർ സജേഷ് ഇതിനു മുമ്പും വിജിലൻസ് കേസുകൾ ഉൾപ്പെടെ പ്രതിയാണ്. ഇവർ ദിവസങ്ങളായി മാരാരിക്കുളത്ത് റിസോർട്ടിലുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് വൈകിട്ടോടെ പിടികൂടുകയായിരുന്നു. $20 ഗ്രാം കൊക്കൈൻ, LSD സ്റ്റാമ്പുകൾ, ലഹരി ഗുളികകൾ എന്നിവ ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിടിയിലായ എഞ്ചിനീയറിംഗ് ബിരുദധാരി അമൽ കോഴിക്കോട് സ്വദേശിയാണ്. ട്രേഡിംഗിനായാണ് ഇവർ ഒരുമിച്ച് കൂടിയതെന്നാണ് വിവരം. കൂടെ പിടിക്കപ്പെട്ട എബ്രഹാം മാത്യു വാടകയ്ക്കെടുത്തിട്ടുള്ളതാണ് മാരാരിക്കുളത്തെ നെറ്റ്ഫ്ലിക്സ് എന്ന റിസോർട്ട്. ബംഗളൂരുവിൽ നിന്ന് വിമാനമാർഗമാണ് കൊക്കൈൻ കൊണ്ടുവന്നതെന്നാണ് അമൽ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എബ്രഹാം മാത്യു ചെന്നൈയിൽ നിന്ന് കാറിലാണ് മാരാരിക്കുളത്തെ റിസോർട്ടിലേക്ക് എത്തിയത്. വിമാനമാർഗം കൊക്കൈൻ എത്തിച്ചുവെന്ന അമലിന്റെ മൊഴി പൂർണ്ണമായി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇതിനു മുമ്പും ഇതേ റിസോർട്ടിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. എറണാകുളത്തെ മയക്കുമരുന്ന് ലോബിയുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന സൂചനകളും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. കണ്ണൂർ സ്വദേശികളായ ഡോക്ടർ ദമ്പതികൾക്ക് ഒരു ഫോൺ കോൾ. CBI ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തിയ ആളാണ് വിളിക്കുന്നത്. ഡോക്ടർമാരുടെ സിം കാർഡിലൂടെ സൈബർ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന് അറിയിച്ചതോടെ അവർ പരിഭ്രാന്തിയിലായി. അക്കൗണ്ടിലെ പണം മുഴുവൻ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലുള്ള പ്രത്യേക അക്കൗണ്ടിലേക്ക് ഉടൻ മാറ്റണമെന്നായി നിർദ്ദേശം. ഇതോടെ സംശയം തോന്നിയ ദമ്പതികൾ കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസുമായി ബന്ധപ്പെട്ടു. അങ്ങനെയാണ് സംഭവം തട്ടിപ്പാണെന്ന് മനസ്സിലായത്. കേസിൽ സൈബർ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. CBI ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഉദ്യോഗസ്ഥരെന്ന വ്യാജേന വീഡിയോ കോൾ ചെയ്താണ് തട്ടിപ്പിന് ശ്രമിച്ചത്. ഡോക്ടർ ദമ്പതിമാരുടെ പേരിലുള്ള സിം കാർഡ് ഉപയോഗിച്ച് സൈബർ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന് ട്രായ് ഉദ്യോഗസ്ഥരെന്ന് പരിചയപ്പെടുത്തിയയാൾ ഫോൺ കോളിലൂടെ അറിയിക്കുകയായിരുന്നു. നടപടികളുടെ ഭാഗമായി ലൈവ് വാട്സാപ്പ് വീഡിയോ കോളിലേക്ക് പ്രവേശിക്കാനും നിർദ്ദേശിച്ചു. വീഡിയോ കോളിലെത്തിയപ്പോൾ എതിർവശത്തുണ്ടായിരുന്ന വ്യക്തി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തി. മറ്റൊരാൾ CBI ഉദ്യോഗസ്ഥനെന്ന് പറഞ്ഞും വീഡിയോ കോളിൽ പങ്കെടുത്തു. ദമ്പതിമാർക്കെതിരെ അന്വേഷണം നടക്കുകയാണെന്നും ബാങ്ക് അക്കൗണ്ടിന്റെ വിശദാംശങ്ങളോട് നൽകണമെന്നും ഇവർ അറിയിച്ചു. അക്കൗണ്ടിലുള്ള പണം മുഴുവൻ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലുള്ള പ്രത്യേക അക്കൗണ്ടിലേക്ക് ഉടൻ മാറ്റണമെന്നായിരുന്നു തുടർന്നുള്ള ആവശ്യം. ഇതോടെ സംശയം തോന്നിയ ദമ്പതിമാർ കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസുമായി ബന്ധപ്പെട്ടു. സംഭവം തട്ടിപ്പാണെന്ന് വ്യക്തമാക്കിയ പോലീസ് ദമ്പതിമാർക്ക് വേണ്ട നിർദ്ദേശങ്ങളും നൽകി. പണം കൈമാറുന്നതിന് തൊട്ടുമുമ്പാണ് പോലീസ് വിവരമറിഞ്ഞതും തട്ടിപ്പിന് തടയിട്ടതും. സംഭവത്തിൽ സൈബർ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ന്യൂസ് 18 കണ്ണൂർ. പാലക്കാട് നഗരത്തിൽ പരിഭ്രാന്തി പരത്തി മാലിന്യ കൂമ്പാരത്തിന് സമീപം മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ, തലയൊട്ടിയും അസ്ഥികളുമാണ് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയ പോലീസ് കൊലപാതക സാധ്യത പരിശോധിച്ചു. നഗരത്തിലെ CCTVകൾ പരതി. അപ്പോഴാണ് സമീപത്തെ കുടുംബക്കല്ലറ വൃത്തിയാക്കുന്നതിനിടെ ലഭിച്ച അവശിഷ്ടങ്ങൾ കവറിലാക്കി ഉപേക്ഷിച്ചതാണെന്ന് വ്യക്തമായത്. അസ്ഥികഷ്ണങ്ങൾ പ്രത്യേകം വേർതിരിച്ച് മരിച്ചയാളുടെ ബന്ധുക്കൾക്ക് തിരികെ നൽകാനാണ് പോലീസ് തീരുമാനം. പള്ളി സെമിത്തേരിക്ക് സമീപം അസ്ഥികഷ്ണങ്ങൾ ഉപേക്ഷിക്കാൻ സൗകര്യമുണ്ടായിട്ടും
പൊതുസ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടതും പരിശോധിക്കേണ്ടതാണ്. പാലക്കാട് നഗരമധ്യത്തിലെ മാതാ കോവിൽ പള്ളിക്ക് മുൻവശത്താണ് മാലിന്യ കൂമ്പാരത്തിന് സമീപം മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. രാവിലെ നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളാണ് തലയോട്ടി അടക്കമുള്ള ഭാഗങ്ങൾ ആദ്യം കണ്ടത്. 2 ദിവസമായി ഈ ഭാഗത്തു നിന്ന് രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെട്ടിരുന്നതായി തൊഴിലാളികൾ പറഞ്ഞു. തുടർന്ന് രാവിലെ പരിശോധിച്ചപ്പോഴാണ് തലയോട്ടിയും എല്ലുകളും കണ്ടെത്തിയത്. കിട്ടിയ അസ്ഥികളിൽ കയ്യ്, കാല്, താടിയെല്ല്, പല്ല് എന്നീ ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. പല്ലിൽ ക്ലിപ്പിട്ടത് കണ്ടതോടെയാണ് ഇത് മനുഷ്യ അസ്ഥിയാണെന്ന് ഉറപ്പിച്ചത്. തലമുടി അടക്കമുള്ള ശരീരഭാഗങ്ങൾ പൂർണ്ണമായി അഴുകാത്ത നിലയിലായിരുന്നു. സംഭവത്തിൽ പോലീസ് എഫ്ഐആർ ഇട്ട് അന്വേഷണം തുടങ്ങിയതിനു പിന്നാലെയാണ് ഇത് പള്ളിയിലെ കുടുംബ കല്ലറയിൽ നിന്നുള്ള അവശിഷ്ടങ്ങളാണെന്ന വിവരം പുറത്തുവന്നത്. മാതാകോവിൽ പള്ളിയിലെ കുടുംബ കല്ലറ കുടുംബത്തിലെ ഒരാൾ മരിച്ചതിനെ തുടർന്ന് വൃത്തിയാക്കുന്നതിന് ചുമതലപ്പെടുത്തിയ കല്ലേപ്പുള്ളി സ്വദേശിയാണ് അവശിഷ്ടങ്ങൾ പ്ലാസ്റ്റിക് കവറിൽ കെട്ടി ഉപേക്ഷിച്ചതെന്ന് വ്യക്തമായി. ശരീരാവശിഷ്ടങ്ങൾ പ്രത്യേകം വേർതിരിച്ച് ബന്ധുക്കൾക്ക് തിരികെ നൽകാനാണ് പോലീസ് തീരുമാനം. ഇത്തരം അവശിഷ്ടങ്ങൾ ഉപേക്ഷിക്കാനുള്ള സ്ഥലത്തല്ലാതെ പൊതുസ്ഥലത്ത് നിക്ഷേപിച്ചത് സംബന്ധിച്ച് കല്ലേപ്പുള്ളി സ്വദേശിയിൽ നിന്ന് പോലീസ് വിവരങ്ങൾ തേടും. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം പാറശാലയിലും സമീപ പ്രദേശങ്ങളിലും നാട്ടുകാരുടെ ഉറക്കം കെടുത്തി കവർച്ചാ സംഘങ്ങൾ. പാറശാല തോട്ടിൻകരയിലാണ് ഒടുവിൽ മോഷണം നടന്നത്. കേരള കോൺഗ്രസ് നേതാവ് അനിലിന്റെ വീട് കുത്തി തുറന്നായിരുന്നു കവർച്ച. 13 പവൻ സ്വർണം ഉൾപ്പെടെ 20 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായി. മോഷ്ടാക്കളെന്ന് സംശയിക്കുന്നവർ ബൈക്കിലെത്തിയ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വട്ടവിളയിലെ വീട്ടിൽ നിന്ന് 22 പവൻ സ്വർണം കവർന്നിരുന്നു. കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി KS അനിലിന്റെ തോട്ടിൻകര പൂമുഖത്ത് വീട്ടിലാണ് മോഷണം നടന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം കഴിഞ്ഞ ദിവസം രാത്രി സമീപത്തെ മകളുടെ വീട്ടിലായിരുന്നു അനിലും ഭാര്യയും അന്തി ഉറങ്ങിയത്. പുലർച്ചെ വ്യായാമം ചെയ്യുന്നതിന് വീട്ടിലെത്തിയപ്പോൾ മുൻവശത്തെ ഗേറ്റിന്റെ പൂട്ട് കാണാനില്ലായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണം സ്ഥിരീകരിച്ചത്. മുൻവാതിൽ തകർത്ത് അകത്തു കയറിയ മോഷ്ടാക്കൾ വീടിനുള്ളിലെ ലോക്കർ ഉൾപ്പെടെ 6 അലമാരകൾ കുത്തി തുറന്നാണ് കവർച്ച നടത്തിയത്. മാല, മോതിരം, കമ്മലുകൾ, വള ഉൾപ്പെടെ 13 പവനിലധികം സ്വർണ്ണാഭരണങ്ങളും അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 2,87,000 രൂപയും ഉപയോഗിക്കാത്ത വില കൂടിയ 2 മൊബൈൽ ഫോണുകളും 3 വാച്ചുകളും സംഘം അപഹരിച്ചു. അനിൽ നടത്തിവരുന്ന AS സ്വർണ്ണപ്പണയ സ്ഥാപനത്തിന്റെ താക്കോലുകളും മോഷ്ടാക്കൾ കവർന്ന കൂട്ടത്തിലുണ്ട്. രാത്രി ഒരു 10 മണിയോടുകൂടി ഞാൻ വീട്ടിലെത്തി. ഇവിടെ ഹീറ്ററുള്ളോടൊന്ന് കുളിച്ച് റെഡിയായ ശേഷം ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് പോയി അവിടെ കയറി കിടന്നുറങ്ങി. രാത്രി ഒരു 12 മണിക്ക് 3 മണിക്കിടയ്ക്കാണ് ഈ മോഷണം. 2 പേര് ബൈക്കിൽ വന്ന്, ആദ്യം ഒരാൾ വന്ന് ബൈക്കിൽ ഈ വീടിനെ നോക്കിയിട്ട് പോകുന്നത് CCTV ദൃശ്യങ്ങളുണ്ട്. രണ്ടാമത് 2 പേരായിട്ട് ബൈക്കിൽ വരുന്നത്. തിരിച്ച് ഒരു 3:30 മണിക്ക് തിരിച്ചു പോകുന്നത് ബൈക്കിൽ. പക്ഷെ ബൈക്കിൻ്റെ നമ്പരോ മറ്റൊന്നും ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ കഴിയുന്നില്ല. വീട്ടിൻ്റെ എല്ലാ മുറികളും ലോക്കുകൾ പൊട്ടി. 6.5 അടി പൊക്കമുള്ള വീടിൻ്റെ ഗേറ്റ് അതവർ പിന്നെ കട്ടർ കൊണ്ട് പൊട്ടിച്ചു. പിന്നെ അകത്ത് കയറിയിട്ട് എല്ല് പൊട്ടിച്ചു. ഓരോ വീടിൻ്റെ പിന്നെ മുറികളും കംപ്ലീറ്റ് പൊട്ടിച്ച് അലമാരകളെല്ലാം പൊട്ടിച്ചു. ഒരു അലമാര പോലും പൊട്ടിക്കാതില്ല, കംപ്ലീറ്റ് പൊട്ടിച്ചു. ബുധനാഴ്ച രാത്രി 12 മണിക്ക് ഹെൽമെറ്റ് ധരിച്ച് ബൈക്കിൽ വീട്ടുപരിസരത്തെത്തിയ 2 പേരുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇവ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. നെയ്യാറ്റിൻകര DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. സമാനമായ രീതിയിൽ ചെങ്കൽ വട്ടവിളയിലും കഴിഞ്ഞ ദിവസം മറ്റൊരു വീട് കുത്തിത്തുറന്ന് മോഷണം നടന്നിരുന്നു. ഇവിടെ നിന്ന് 22 പവന്റെ സ്വർണമാണ് കവർന്നത്. ഈ കേസിലും പാറശാല പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 പാറശാല. കോഴിക്കോട് ജില്ലയിൽ പല പ്രദേശങ്ങളിലും വാഹനമോഷണം വ്യാപകമാണ്. മുക്കം കാരശ്ശേരിയിൽ പട്ടാപ്പകലാണ് ബൈക്ക് മോഷ്ടിച്ചത്. മറ്റൊരു ബൈക്കിലെത്തിയ 2 അംഗ സംഘം ബൈക്കുമായി കടന്നു കളയുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇതോടെ പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ച മുക്കം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. മോഷ്ടിച്ച ബൈക്കുകൾ നമ്പർ പ്ലേറ്റ് മാറ്റി ലഹരി കടത്തിനോ കവർച്ചകൾക്കോ ഉപയോഗിക്കാനുള്ള സാധ്യതയും പോലീസ് കാണുന്നുണ്ട്.
ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് മുക്കം ഭാഗത്തു നിന്നും സ്കൂട്ടറിൽ 2 അംഗ സംഘം ആനയാംകുന്ന് അങ്ങാടി ഭാഗത്തേക്ക് എത്തിയത്. ഇതിൽ ഒരാൾ ബൈക്കിൽ നിന്നിറങ്ങി ചുറ്റുവട്ടം നിരീക്ഷിച്ചു. കൂടെയുണ്ടായിരുന്നയാൾ എതിർവശത്ത് നിർത്തിയിട്ട ബൈക്കുമായി കടന്നു കളയുകയാണ് ചെയ്തത്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. തീയതി പകൽ 12 മണിക്കാണ് ഞാൻ ഉപയോഗിക്കുന്ന പൾസർ 150 KL 11 AS 9532 എന്ന വാഹനം നഷ്ടപ്പെടുന്നത്. അന്ന് തന്നെ മുക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷിക്കുന്നുണ്ട്. ആനയാംകുന്ന് ഫാബ്രിക്കേഷൻ ജോലി ചെയ്യുന്ന വിജേഷിന്റെ പൾസർ ബൈക്കാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. യുവാവിന്റെ പരാതിയിൽ കേസെടുത്ത മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രതികൾ വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള വാഹനമോഷണ സംഘത്തിലുള്ളവരാകാം എന്നാണ് നിഗമനം. മോഷ്ടിച്ച ബൈക്കുകൾ ലഹരിക്കടത്തിനോ കവർച്ചകൾക്കോ ഉപയോഗിക്കാനുള്ള സാധ്യതയും പോലീസ് കാണുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി കള്ളക്കടത്ത് വീണ്ടും സജീവമാകുന്നു. സ്വർണവും ലഹരി വസ്തുക്കളും വിലയേറിയ പക്ഷികളുമൊക്കെയാണ് കടത്തുന്നത്. തായ്ലാന്റിൽ നിന്നെത്തിയ കുടുംബത്തിന്റെ പക്കൽ നിന്നാണ് പക്ഷികൾ പിടികൂടിയത്. വംശനാശ ഭീഷണി നേരിടുന്ന 14 പക്ഷികളെയാണ് കസ്റ്റംസ് കണ്ടെത്തിയത്. വിമാനത്താവളത്തിൽ മറ്റൊരു യാത്രക്കാരിൽ നിന്നും ഹൈബ്രിഡ് കഞ്ചാവും പിടിച്ചെടുത്തു. മലപ്പുറം സ്വദേശിയായ മർവാനും ഭാര്യയും 14 വയസ്സുള്ള മകനുമാണ് പക്ഷിക്കടത്തിൽ പിടിയിലായത്. രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എക്സിറ്റ് പോയിന്റിൽ വെച്ച ഇവരെ തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു. ഇവരുടെ ചെക്ക് ഇൻ ബാഗിൽ നിന്നാണ് 14 പക്ഷികളെ കണ്ടെത്തിയത്. ഇവ വംശനാശ ഭീഷണി നേരിടുന്നവയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയവയാണ്. ഏതെങ്കിലും മൃഗശാല വഴി കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ ഇവയെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം ലംഘിച്ചാണ് പക്ഷികളെ കൊണ്ടുവന്നത്. പിടിച്ചെടുത്ത പക്ഷികളെയും കുടുംബത്തെയും വനം വകുപ്പിന് കൈമാറി. കച്ചവട ലക്ഷ്യമായിട്ടായിരുന്നോ ഇവയെ കൊണ്ടുവന്നതെന്ന് പരിശോധിക്കുന്നുണ്ട്. പക്ഷികളെ തിരികെ തായ്ലൻഡിലേക്ക് അയക്കും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ യാത്രക്കാരനിൽ നിന്നും ഹൈബ്രിഡ് കഞ്ചാവും പിടികൂടി. 2 കോടി വില മതിക്കുന്ന 2.25 കിലോ കഞ്ചാവാണ് DRI കണ്ടെടുത്തത്. ചെന്നൈയിൽ നിന്നെത്തിയ ബിജു ഫെബിനെ കസ്റ്റഡിയിലെടുത്തു. ചെറുപൊതികളാക്കി ബാഗിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. വിശാഖപട്ടണത്ത് നിന്ന് വാങ്ങിയ കഞ്ചാവ് ചെന്നൈ വഴി കൊച്ചിയിലെത്തിച്ചെന്നാണ് പ്രാഥമിക നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തൃശൂർ നെടുപുഴയിൽ മർദ്ദനമേറ്റയാൾ മരിച്ചു. BJP സ്ഥാനാർത്ഥി സദാനന്ദൻ വാഴപ്പുള്ളിയുടെ അനുജൻ സന്തോഷാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. കോൾപ്പാടവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഇക്കഴിഞ്ഞ 2-ാം തീയതിയാണ് നെടുപുഴ സ്വദേശി ഗണേഷ് സന്തോഷിനെ മർദ്ദിച്ചത്. ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പ്രതിയെ 8 വർഷത്തിനു ശേഷം എക്സൈസ് സംഘം പിടികൂടി. തമിഴ്നാട്ടിലെ ആനമല വനമേഖലയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ചീനി മുത്തുവിനെയാണ് ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. നമ്മുടെ നാട്ടിൽ നിന്ന് നിരവധി പേർ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയിട്ടുണ്ട്. എന്നാൽ മലയാളികൾ ഇപ്പോൾ ചിലയിടങ്ങളിൽ പൊതുശല്യമായി മാറുകയാണ്. പൊതുസ്ഥലത്ത് പാട്ടും ബഹളവും റീൽസ് ചിത്രീകരണവും ഒക്കെയാണ് പരിപാടി. പോളണ്ടിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ചുംബിക്കാൻ ശ്രമിക്കുന്ന വീഡിയോ ഇട്ട് കുരുക്കിലായ ഒരു മലയാളി യുവതിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വീഡിയോ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചതോടെ ഇൻസ്റ്റഗ്രാമിൽ പോളണ്ട് മല്ലുകൾ എന്നറിയപ്പെടുന്ന വിജയ നായർ ഒടുവിൽ വീഡിയോ പിൻവലിച്ച് മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. മാതൃസഹജമായ വാത്സല്യത്തോടെയാണ് കുട്ടിയെ ചുംബിക്കാൻ ശ്രമിച്ചതെന്നാണ് യുവതിയുടെ വിശദീകരണം. കേരളത്തിൽ എന്ത് വൃത്തികേട് കാട്ടിയാലും രക്ഷപ്പെടുന്നത് പോലെയല്ല മറ്റു രാജ്യങ്ങളിലെ സ്ഥിതിയെന്ന് ഓർത്താൽ നല്ലത്. യൂറോപ്പിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾക്കും ഇതുപോലുള്ള പെരുമാറ്റങ്ങൾക്കും കർശന നിയമങ്ങളുണ്ട്. അത് പാലിച്ചില്ലെങ്കിൽ അഴിക്കുള്ളിലാകും കേട്ടോ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാവും. നമസ്കാരം.